സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഡെയിലി ലൈഫിൽ കുറേ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് ഇട്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല യൂസ്ഫുള്ളായ സെൻറ്റൻസുകൾ തന്നെയായിരുന്നു ഓരോന്നും, ഒന്നിനൊന്ന് മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നും നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എങ്ങനെ പറയാം? വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? 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 നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് മാർക്കറ്റ് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കുറേ മുന്നേ പോയതാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഡിഫറെൻ്റാണ് ഓരോ പ്ലേസിലും. ഇപ്പോൾ ഞങ്ങളൊക്കെ പെരിന്തൽമണ്ണ പോകുന്ന സമയത്ത് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു. ഇപ്പോൾ അത് വേറെ സ്ഥലത്താണ്. ബസ് കാത്തിക്കണ സ്ഥലം എവിടെയാണ്. ഇപ്പോൾ കുറേ ഡിഫറെൻ്റാണ്. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഡിഫറെൻറ്റ് പ്ലേസിലേക്ക് മാറുകയാണ് ഓരോതും. അതേപോലെ കുറേ വീടുകൾ വരുമ്പോൾ വഴികളൊക്കെ മാറിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, മാർക്കറ്റിലേക്കുള്ള വഴി ഏതാണ് എന്നിങ്ങനെ ചോദിക്കുക. വിച്ച് ഈസ് ദ വേ ടു ദ മാർക്കറ്റ്? മാർക്കറ്റിലേക്കുള്ള വഴി ഏതാണ്? വിച്ച് ഈസ് ദ വേ ടു ദ മാർക്കറ്റ്? മാർക്കറ്റിലേക്കുള്ള വഴി ഏതാണ്? വിച്ച് ഈസ് ദ വേ ടു ദ മാർക്കറ്റ്? മാർക്കറ്റിലേക്കുള്ള വഴി ഏതാണ്? വിച്ച് ഈസ് ദ വേ ടു ദ മാർക്കറ്റ്? മാർക്കറ്റിലേക്കുള്ള വഴി ഏതാണ്? നമ്മൾ വരുന്ന വഴിക്ക് ചിലർ നമ്മളോട് ചോദിക്കും, അവിടെ 2 വീടുണ്ടായിരുന്നു, അതിലത്തെ ഏത് വീടാണ് നിങ്ങളുടേത്? അങ്ങനെ ചോദിക്കാൻ ഉണ്ടാവില്ല. ചിലപ്പോൾ സെയിം ഒരേപോലത്തെ വീടുകളുണ്ടാവും, ചിലപ്പോൾ ഒരേ നിരയിലുള്ള വീടുകളുണ്ടാവും, ചിലപ്പം അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ 2 വീടുകളുണ്ടാവും. അപ്പോൾ ഏത് വീടാണ് നിങ്ങളുടേതെന്ന് ചോദിക്കുന്നത് എങ്ങനെ? വിച്ച് ഓഫ് ദോസ് 2 ഈസ് യുവർ ഹൗസ്? ആ 2 എണ്ണത്തിൽ ഏതാണ് നിങ്ങളുടെ വീട്? വിച്ച് ഓഫ് ദോസ് 2 ഈസ് യുവർ ഹൗസ്? ആ 2 എണ്ണത്തിൽ ഏതാണ് നിങ്ങളുടെ വീട്? വിച്ച് ഓഫ് ദോസ് 2 ഈസ് യുവർ ഹൗസ്? ആ 2 എണ്ണത്തിൽ ഏതാണ് നിങ്ങളുടെ വീട്? വിച്ച് ഓഫ് ദോസ് 2 ഈസ് യുവർ ഹൗസ്? ആ 2 എണ്ണത്തിൽ ഏതാണ് നിങ്ങളുടെ വീട്? പേന ഏതാണെന്ന് നോക്കിയാൽ വിച്ച് ഈസ് യുവർ പെൻ? നിങ്ങളുടെ പേന ഏതാണ്? വിച്ച് ഈസ് യുവർ പെൻ? നിങ്ങളുടെ പെന്ന ഏതാണ്? വിച്ച് ഈസ് യുവർ പെൻ? നിങ്ങളുടെ പേന ഏതാണ്? വിച്ച് ഈസ് യുവർ പെൻ? നിങ്ങളുടെ പേന ഏതാണ്? നമ്മളോട് ചിലർ ചോദിക്കില്ല, ആ പണി അതാരാ ചെയ്തതെന്ന് ചോദിക്കുന്നത് എങ്ങനെ? നമ്മൾ ചിലപ്പം പറയും നമ്മളെ വേലക്കാരാണ് അത് ചെയ്തതെന്ന്. ദ സെർവൻറ്റ് ഡിഡ് ഇറ്റ്. വേലക്കാരിയാണ് അത് ചെയ്തത്. ദ സെർവൻറ്റ് ഡിഡ് ഇറ്റ്. വേലക്കാരിയാണ് അത് ചെയ്തത്. ദ സെർവൻറ്റ് ഡിഡ് ഇറ്റ്. വേലക്കാരാണ് അത് ചെയ്തത്. അത് നമ്മളാണ് ചെയ്തതെന്ന് എങ്ങനെ പറയാം? ഐ ഡിഡ് ഇറ്റ്. ഞാനാണ് അത് ചെയ്തത്. ഐ ഡിഡ് ഇറ്റ്. ഞാനാണ് അത് ചെയ്തത്. ഐ ഡിഡ് ഇറ്റ്. ഞാനാണ് അത് ചെയ്തത്. എന്ന് ചോദിക്കുക എങ്ങനെയാണ്? ഹൂ ആർ ദേ? അവർ ആരാണ്? 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 അന്ന് നിൻ്റെ ബോസ് ആരായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കുക? ഹൂ വാസ് യുവർ ബോസ് ദെൻ? അന്ന് നിൻ്റെ മേലധികാരി ആരായിരുന്നു? ഹൂ വാസ് യുവർ ബോസ് ദെൻ? അന്ന് നിൻ്റെ മേലധികാരി ആരായിരുന്നു? ഹൂ വാസ് യുവർ ബോസ് ദെൻ? അന്ന് നിൻ്റെ മേലധികാരി ആരായിരുന്നു? ഹൂ വാസ് യുവർ ബോസ് ദെൻ? അന്ന് നിൻ്റെ മേലധികാരി ആരായിരുന്നു? നമ്മൾ ചോദിക്കില്ലേ, അവൻ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ടു ഹൂം ഹി വാസ് ടോക്കിംഗ്. അവൻ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ടു ഹൂം ഹി വാസ് ടോക്കിംഗ്. അവൻ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ടു ഹൂം
ഹി വാസ് ടോക്കിംഗ്. അവൻ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ടു ഹും ഹി വാസ് ടോക്കിംഗ്. അവൻ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ടു ഹും ഹി വാസ് ടോക്കിംഗ്. അവൻ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എത്ര പേരുണ്ടെന്ന് എങ്ങനെ ചോദിക്കണേ? ഹൗ മെനി ആർ യു ദർ. അവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? ഹൗ മെനി ആർ യു ദർ. അവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? ഹൗ മെനി ആർ യു ദർ. അവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? ഹൗ മെനി ആർ യു ദർ. അവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? സ്കൂൾ ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് എന്നെങ്ങനെ ചോദിക്കുക? ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ ഫ്രം ഹിയർ. ഇവിടെ നിന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ ഫ്രം ഹിയർ. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് നിങ്ങളുടെ സ്കൂളിലേക്ക്? ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ ഫ്രം ഹിയർ. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് നിങ്ങളുടെ സ്കൂളിലേക്ക്? ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ ഫ്രം ഹിയർ. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് നിങ്ങളുടെ സ്കൂളിലേക്ക്? ഇന്ന് എങ്ങനെയുണ്ട് എന്നെങ്ങനെ ചോദിക്കുക? ഹൗ ഈസ് ദ പേഷ്യൻ ടുഡേ. രോഗിക്ക് ഇന്ന് എങ്ങനെയുണ്ട്? 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 ഇന്ന് കുറേ ഭേദമുണ്ട് എന്നെങ്ങനെ പറയാം? ദ പേഷ്യൻ്റ് ഈസ് ബെറ്റർ ടുഡേ. രോഗിക്ക് ഇന്ന് ഭേദമുണ്ട്. 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 ഇവർക്ക് എത്ര ദിവസമുണ്ട് എന്നെങ്ങനെ ചോദിക്കുക? ഹൗ മെനി ഡേയ്സ് ഹാസ് ജാനുവരി. ജാനുവരിക്ക് എത്ര ദിവസമുണ്ട്? ഹൗ മെനി ഡേയ്സ് ഹാസ് ജാനുവരി. ജാനുവരിക്ക് എത്ര ദിവസമുണ്ട്? ഹൗ മെനി ഡേയ്സ് ഹാസ് ജാനുവരി. ജാനുവരിക്ക് എത്ര ദിവസങ്ങളുണ്ട്? ഹൗ മെനി ഡേയ്സ് ഹാസ് ജാനുവരി. ജാനുവരിക്ക് എത്ര ദിവസങ്ങളുണ്ട്? ജാനുവരി ഹാസ് 31 ഡേയ്സ്. ജാനുവരിക്ക് 31 ദിവസങ്ങളുണ്ട്. 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 എത്ര ദിവസം ഉണ്ട് എന്നെങ്ങനെ ചോദിക്കുക? ഹൗ മെനി ഡേയ്സ് ഹാസ് ഫെബ്രുവരി. ഫെബ്രുവരിക്ക് എത്ര ദിവസങ്ങളുണ്ട്? ഹൗ മെനി ഡേയ്സ് ഹാസ് ഫെബ്രുവരി. ഫെബ്രുവരിക്ക് എത്ര ദിവസങ്ങളുണ്ട്? എനിക്ക് എത്ര പണം തരാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എങ്ങനെ ചോദിക്കുക? ഹൗ മച്ച് മണി ക്യാൻ യു ഗിവ് മീ. എനിക്ക് എത്ര പണം തരാൻ നിങ്ങൾക്ക് കഴിയും? എനിക്ക് എത്ര പണം തരാൻ നിങ്ങൾക്ക് കഴിയും, അതാണ് ചോദിക്കേണ്ടത്. അതെങ്ങനെ ചോദിക്കുക? ഹൗ മച്ച് മണി ക്യാൻ യു ഗിവ് മീ. എനിക്ക് എത്ര പണം തരാൻ നിങ്ങൾക്ക് കഴിയും? ഹൗ മച്ച് മണി ക്യാൻ യു ഗിവ് മീ. എനിക്ക് എത്ര പണം തരാൻ നിങ്ങൾക്ക് കഴിയും? ഹൗ മച്ച് മണി ക്യാൻ യു ഗിവ് മീ. എനിക്ക് എത്ര പണം തരാൻ നിങ്ങൾക്ക് കഴിയും? ഹൗ മച്ച് മണി ക്യാൻ യു ഗിവ് മീ. എനിക്ക് എത്ര പണം തരാൻ നിങ്ങൾക്ക് കഴിയും? ഹൗ മച്ച് മണി ക്യാൻ യു ഗിവ് മീ. എനിക്ക് എത്ര പണം തരാൻ നിങ്ങൾക്ക് കഴിയും? ാണ് കട അടയ്ക്കുന്നത് എന്നെങ്ങനെ പറയാം? വെൻ ഡു യു ക്ലോസ് യുവർ ഷോപ്പ്. നിങ്ങളെപ്പോഴാണ് കട അടയ്ക്കുന്നത്? വെൻ ഡു യു ക്ലോസ് യുവർ ഷോപ്പ്. നിങ്ങൾ എപ്പോഴാണ് കട അടയ്ക്കുന്നത്? വെൻ ഡു യു ക്ലോസ് യുവർ ഷോപ്പ്. നിങ്ങളെപ്പോഴാണ് കട അടയ്ക്കുന്നത്? വെൻ ഡു യു ക്ലോസ് യുവർ ഷോപ്പ്. നിങ്ങളെപ്പോഴാണ് കട അടയ്ക്കുന്നത്? വെൻ ഡു യു ക്ലോസ് യുവർ ഷോപ്പ്. നിങ്ങളെപ്പോഴാണ് കട അടയ്ക്കുന്നത്? ബസ് എപ്പോഴാണ് പുറപ്പെടുന്നത് എന്നെങ്ങനെ ചോദിക്കുക? വെൻ ഡസ് ദ ബസ് സ്റ്റാർട്ട്. ബസ് എപ്പോഴാണ് പുറപ്പെടുന്നത്? വെൻ ഡസ് ദ ബസ് സ്റ്റാർട്ട്. ബസ് എപ്പോഴാണ് പുറപ്പെടുന്നത്?
വെൻ ഡസ് ദ ബസ് സ്റ്റാർട്ട്? ബസ് എപ്പോഴാണ് പുറപ്പെടുന്നത്? വെൻ ഡസ് ദ ബസ് സ്റ്റാർട്ട്? ബസ് എപ്പോഴാണ് പുറപ്പെടുന്നത്? എനിക്ക് നിങ്ങളെ എപ്പോൾ കാണാൻ കഴിയും എങ്ങനെ പറയാം? വെൻ ക്യാൻ ഐ മീറ്റ് യു? എനിക്ക് നിങ്ങളെ എപ്പോൾ കാണാൻ കഴിയും? വെൻ ക്യാൻ ഐ മീറ്റ് യു? എനിക്ക് നിങ്ങളെ എപ്പോൾ കാണാൻ കഴിയും? വെൻ ക്യാൻ ഐ മീറ്റ് യു? എനിക്ക് നിങ്ങളെ എപ്പോൾ കാണാൻ കഴിയും? വെൻ ക്യാൻ ഐ മീറ്റ് യു? എനിക്ക് നിങ്ങളെ എപ്പോൾ കാണാൻ കഴിയും? നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ് തുടങ്ങുന്നത് എന്നെങ്ങനെ ചോദിക്കുക? വെൻ ഡസ് യുവർ എക്സാമിനേഷൻസ് ബിഗിൻ? നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ് തുടങ്ങുന്നത്? വെൻ ഡസ് യുവർ എക്സാമിനേഷൻസ് ബിഗിൻ? നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ് തുടങ്ങുന്നത്? വെൻ ഡസ് യുവർ എക്സാമിനേഷൻസ് ബിഗിൻ? നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ് തുടങ്ങുന്നത്? വെൻ ഡസ് യുവർ എക്സാമിനേഷൻസ് ബിഗിൻ? നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ് തുടങ്ങുന്നത്? എക്സാമിനേഷൻസ് ബിഗിൻസ് ഓൺ മൺഡേ. എൻ്റെ പരീക്ഷ തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത്. മൈ എക്സാമിനേഷൻസ് ബിഗിൻസ് ഓൺ മൺഡേ. എൻ്റെ പരീക്ഷ തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത്. മൈ എക്സാമിനേഷൻസ് ബിഗിൻസ് ഓൺ മൺഡേ. എൻ്റെ പരീക്ഷ തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത്. മൈ എക്സാമിനേഷൻസ് ബിഗിൻസ് ഓൺ മൺഡേ. എൻ്റെ പരീക്ഷ തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത്. ബിഗിൻസ് എന്നുള്ളതിന് സ്റ്റാർട്ട് എന്നും പറയാം കേട്ടോ. എപ്പോൾ തിരിച്ചു വരും എന്നെങ്ങനെ ചോദിക്കുക? വെൻ വിൽ യു റിട്ടേൺ? നിങ്ങൾ എപ്പോൾ തിരിച്ചു വരും? 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 വൈകുന്നേരത്തോടു കൂടി തിരിച്ചു വരും എന്നെങ്ങനെ പറയാം? ഐ വിൽ റിട്ടേൺ ബൈ ഈവനിങ്. ഞാൻ വൈകുന്നേരത്തോടെ തിരിച്ചു വരും. ഐ വിൽ റിട്ടേൺ ബൈ ഈവനിങ്. ഞാൻ വൈകുന്നേരത്തോടെ തിരിച്ചു വരും. ഐ വിൽ റിട്ടേൺ ബൈ ഈവനിങ്. ഞാൻ വൈകുന്നേരത്തോടെ തിരിച്ചു വരും. ഐ വിൽ റിട്ടേൺ ബൈ ഈവനിങ്. ഞാൻ വൈകുന്നേരത്തോടെ തിരിച്ചു വരും. ആരെയാണ് കാണേണ്ടത് എന്നെങ്ങനെ ചോദിക്കുക? ഹും ഡു യു വാണ്ട് ടു സീ? നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? ഹും ഡു യു വാണ്ട് ടു സീ? നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? ഹും ഡു യു വാണ്ട് ടു സീ? നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? ഹും ഡു യു വാണ്ട് ടു സീ? നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? എൻ്റെ ഫ്രണ്ട്സിനെ കാണണം എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് ടു സീ മൈ ഫ്രണ്ട്. എനിക്കെൻ്റെ കൂട്ടുകാരനെ കാണണം. ഐ വാണ്ട് ടു സീ മൈ ഫ്രണ്ട്. എനിക്കെൻ്റെ കൂട്ടുകാരനെ കാണണം. ഐ വാണ്ട് ടു സീ മൈ ഫ്രണ്ട്. എനിക്കെൻ്റെ കൂട്ടുകാരനെ കാണണം. ഐ വാണ്ട് ടു സീ മൈ ഫ്രണ്ട്. എനിക്കെൻ്റെ കൂട്ടുകാരനെ കാണണം. വീടാണ് എന്നെങ്ങനെ ചോദിക്കാം? ഹൂസ് ഹൗസ് ഈസ് ദിസ്? ഇത് ആരുടെ വീടാണ്? 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 ഇപ്പോൾ കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക. ക്യാൻ ഐ മീറ്റ് ഹിം നൗ? എനിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ പറ്റുമോ? ക്യാൻ ഐ മീറ്റ് ഹിം നൗ? എനിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ പറ്റുമോ? ക്യാൻ ഐ മീറ്റ് ഹിം നൗ? എനിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ പറ്റുമോ? ക്യാൻ ഐ മീറ്റ് ഹിം നൗ? എനിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ പറ്റുമോ? യെസ് യു ക്യാൻ മീറ്റ് ഹിം നൗ. ഇപ്പോൾ അദ്ദേഹത്തെ കാണാം. യെസ് യു ക്യാൻ മീറ്റ് ഹിം നൗ. ഇപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും. യെസ് യു ക്യാൻ മീറ്റ് ഹിം നൗ. നിങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റും. ഭ്രാന്തുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഈസ് ഹി മാഡ്? അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ? ഈസ് ഹി മാഡ്? അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കില്ല. അയാൾക്ക് തലയ്ക്ക് സുഖമില്ലേ എന്ന് ചോദിക്കില്ല. ഈസ് ഹി മാഡ്? അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ? ഈസ് ഹി മാഡ്? അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ? ഭ്രാന്തില്ല എന്നെങ്ങനെ പറയാം? നോ ഹി ഈസ് നോട്ട് മാഡ്. ഇല്ല, അദ്ദേഹത്തിന് ഭ്രാന്തില്ല. നോ ഹി ഈസ് നോട്ട് മാഡ്. ഇല്ല, അദ്ദേഹത്തിന് ഭ്രാന്തില്ല. നോ ഹി ഈസ് നോട്ട് മാഡ്. ഇല്ല, അദ്ദേഹത്തിന് ഭ്രാന്തില്ല.
അത്രയ്ക്ക് പാവമാണോ എന്ന് ഇങ്ങനെ ചോദിക്കാം. ഈസ് ഷീ സോ പുവർ, അവൾ അത്രയ്ക്ക് പാവമാണോ. 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 യെസ് ഷീ ഈസ്, അതെ അവൾ പാവമാണ്. യെസ് ഷീ ഈസ്, അതെ അവൾ പാവമാണ്. യെസ് ഷീ ഈസ്, അതെ അവൾ പാവമാണ്. എന്നിങ്ങനെ പറയാം. ആർ ദേ വെയിറ്റിംഗ് ഫോർ മീ, അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ. ആർ ദേ വെയിറ്റിംഗ് ഫോർ മീ, അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ. ആർ ദേ വെയിറ്റിംഗ് ഫോർ മീ, അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ. ആർ ദേ വെയിറ്റിംഗ് ഫോർ മീ, അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ. കാത്തിരിക്കുകയെന്ന് എങ്ങനെ പറയാം. യെസ് ദേ ആർ വെയിറ്റിംഗ്, അവർ കാത്തിരിക്കുകയാണ്. യെസ് ദേ ആർ വെയിറ്റിംഗ്, അതെ അവർ കാത്തിരിക്കുകയാണ്. യെസ് ദേ ആർ വെയിറ്റിംഗ്, അതെ അവർ കാത്തിരിക്കുകയാണ്. പേന എൻ്റെയാണ് എന്നെങ്ങനെ പറയാം. ദാറ്റ് റെഡ് വൺ ഈസ് മൈ പെൻ, ആ ചുമന്ന പേന എൻ്റെയാണ്. ദാറ്റ് റെഡ് വൺ ഈസ് മൈ പെൻ, ആ ചുമന്ന പേന എൻ്റെയാണ്. ദാറ്റ് റെഡ് വൺ ഈസ് മൈ പെൻ, ആ ചുമന്ന പേന എൻ്റെയാണ്. ദാറ്റ് റെഡ് വൺ ഈസ് മൈ പെൻ, ആ ചുമന്ന പേന എൻ്റെയാണ്. പാഴാക്കുകയല്ലേ എന്നെങ്ങനെ ചോദിക്കാം. ആർ ദേ വേസ്റ്റിംഗ് ടൈം, അവർ സമയം പാഴാക്കുകയല്ലേ. 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 നോ ദേ ആർ നോട്ട് വേസ്റ്റിംഗ് ടൈം, അവർ സമയം പാഴാക്കുകയല്ല. നോ ദേ ആർ നോട്ട് വേസ്റ്റിംഗ് ടൈം, അവർ സമയം പാഴാക്കുകയല്ല. നോ ദേ ആർ നോട്ട് വേസ്റ്റിംഗ് ടൈം, അവർ സമയം പാഴാക്കുകയല്ല. അവിടെ എല്ലാ ദിവസവും പോകാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക. ഡു യു ഗോ ദർ എവരി ഡേ, നീ എല്ലാ ദിവസവും അവിടെ പോകാറുണ്ടോ. ഡു യു ഗോ ദർ എവരി ഡേ, നീ എല്ലാ ദിവസവും അവിടെ പോകാറുണ്ടോ. ഡു യു ഗോ ദർ എവരി ഡേ, നീ എല്ലാ ദിവസവും അവിടെ പോകാറുണ്ടോ. ഡു യു ഗോ ദർ എവരി ഡേ, നീ എല്ലാ ദിവസവും അവിടെ പോകാറുണ്ടോ. എല്ലാ ദിവസവും അവിടെ പോകാറില്ല എന്നിങ്ങനെ പറയാം. നോ ഐ ഡോണ്ട് ഗോ ദർ എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും അവിടെ പോകാറില്ല. നോ ഐ ഡോണ്ട് ഗോ ദർ എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും അവിടെ പോകാറില്ല. നോ ഐ ഡോണ്ട് ഗോ ദർ എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും അവിടെ പോകാറില്ല. സമയം 2:30 എന്നെങ്ങനെ പറയാം. ഇറ്റ് ഈസ് 2:30, ഇപ്പോൾ സമയം 2:30. 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 മണിയായി എന്നെങ്ങനെ പറയാം. ഇറ്റ്സ് 10 o'clock, ഇപ്പോൾ 10 മണിയായി. ഇറ്റ്സ് 10 o'clock, ഇപ്പോൾ 10 മണിയായി. ഇറ്റ്സ് 10 o'clock, ഇപ്പോൾ 10 മണിയായി. ഇറ്റ്സ് 10 o'clock, ഇപ്പോൾ 10 മണിയായി എന്ന് പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമേ ഫ്ലുവൻസി ഡെവലപ്പ് ആവുകയുള്ളൂ. കേട്ടിരുന്നാൽ മാത്രം പോരാ, അത് യൂസ് ചെയ്യാനും ഒരു ഇത് വേണം. അപ്പോഴേ നിങ്ങളെ ഫ്ലുവൻസി ഡെവലപ്പ് ആവൂ. അപ്പോൾ ഓക്കെ, ബൈ.